2024 ഡിസംബർ 22 മലയാള കവിതാ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള മുളന്തുരുത്തിയിലെ ഈ സ്കൂൾ അങ്കണത്തിൽ നിൽക്കാൻ എന്നെ അനുവദിച്ച കാലത്തിനും പ്രപഞ്ചത്തിനും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അപ്പോൾ എനിക്ക് വലിയ അടുപ്പം തോന്നാനുള്ള, വൈലോപ്പിള്ളി കവിതകളോട് അടുപ്പം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മലയാളക്കാരായ ആകെ ഇളക്കിമറിച്ച ഈ കവിതകൾ ജന്മം കൊടുത്തത് എൻ്റെ ദേശത്തു നിന്നാണല്ലോ എന്നുള്ള ആത്മാഭിമാനമായിരുന്നു. അധികമൊന്നും ബൗദ്ധിക സഞ്ചാരമില്ലാത്ത ഒരാളായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭൂമിക. യാത്രയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനുള്ള സന്ദേഹങ്ങളുമൊക്കെ പലപ്പോഴായി ഞാൻ വായിച്ചിട്ടുണ്ട്. വലിയ ഒരുക്കത്തോടുകൂടി കടമ നിർവഹിക്കുന്ന ഒക്കെ വലിയ ഒരു അധ്യാപകൻ്റെ മുഴുവൻ ചുമതലകളുമുള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് കവിതയ്ക്ക് പുറത്തുള്ള ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ഈ എറണാകുളം പ്രത്യേകിച്ച് പറയാൻ കാരണം, മാമ്പഴം കേൾക്കുന്ന പ്രത്യേകിച്ച് കവിത ഇഷ്ടമുള്ള ഒരാൾക്ക് കൂടുതൽ അറിയുന്നതോറും അതിൻ്റെ ഭൂമിക അന്വേഷിക്കാനുള്ള ത്വര കൂടുതലായിരിക്കും. എനിക്കങ്ങനെ അങ്ങനത്തെ ഇഷ്ടം കൂടുതലുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ നിഴലുകൾ നീളുന്നു എന്നുള്ള ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയൊക്കെ വായിച്ച് ഞാൻ ആയത്തോട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലകുറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ വൈലോപ്പിള്ളി ജനിച്ചത് എവിടെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്, ബാല്യം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ പുസ്തകത്തിന് പുറത്തുള്ള വർത്തമാനങ്ങളിൽ പലപ്പോഴും രാംമോഹൻ പാലിയത്തിനെ പോലുള്ള കവിത വലിയ രീതിയിൽ സംസാരിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ അന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്ന മുറി ഉത്തരങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഞാനിതിലൊക്കെ റിസർച്ച് നടത്തുമായിരുന്നു. ഞാനാണെങ്കിൽ ഒരു നല്ല പ്രായത്തിൽ സജ്ജനൊക്കെ പരിചയപ്പെടുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഗൾഫിലേക്ക് പോയി. പക്ഷെ കവിത മാത്രമാണ് കൂടുതൽ കൊണ്ടുപോയത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വരുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പോവുക അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും എൻ്റെ അന്വേഷണം ഇങ്ങനെ തുടർന്നിട്ടുണ്ട്. അതിന് ചില മറുപടികൾ, ഗംഭീരമായ മറുപടികൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് കലൂർ ദേശവുമായി ബന്ധപ്പെട്ടാണ്. കലൂർ ഒരു പാടശേഖരണമായിരുന്നുവെന്നും അവിടെ പിന്നെ വൈലോപ്പിള്ളി ബന്ധുക്കളോ മറ്റോ താമസിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചിത്രം എൻ്റെ ഉള്ളിലെവിടെയോ, ഒരു കഥാചിത്രം എപ്പോഴോ കയറി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ശേഷം എറണാകുളത്ത് വരുമ്പോൾ ഇപ്പോൾ നഗരമായി തീർന്ന, വലിയ നഗരമായി തീർന്ന ആ സ്ഥലങ്ങളിലൊക്കെ വൈലോപ്പിള്ളി ആ പാടശേഖരമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കും. ആ കാലം ഒക്കെ ഓർക്കും. പിന്നീട് മറ്റൊരു സമയത്ത് വൈലോപ്പിള്ളിയുടെ ഏറ്റവും പുതിയ തലമുറയിലെ ഒരു പയ്യനുമായി സംസാരിച്ചിരിക്കുമ്പോൾ അവിടുത്തെ വരുന്ന ഫ്ലാറ്റുകളെ കുറിച്ചൊക്കെ ആൾ പറയുകയുണ്ടായി. അങ്ങനെ വളരെ നൈരന്തര്യം ഈ വിഷയത്തിൽ എനിക്കുണ്ട്. മറ്റൊരു ബന്ധം. അപ്പോൾ ഇത് ഈ മാവ് എവിടെയാണ്, ഇങ്ങനെ ഒരു മാവ് ഉണ്ടായിരുന്നു തുടങ്ങിയ സംഭവങ്ങൾ. അപ്പോൾ പിന്നീട് ഈ അനുജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ കഥ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു മാവ് തന്നെ ആയിരിക്കണമെന്നില്ല. അത് കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പലപ്പോഴായി കവികൾ ഇമേജറി ഉപയോഗിക്കുമ്പോൾ വ്യക്തികൾ, സന്ദർഭങ്ങൾ, എഴുത്ത് മേഖലയിൽ പ്രത്യേകിച്ചും പല കാലങ്ങളിലായി രൂപപ്പെട്ട ഒന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മരണം പ്രത്യേകിച്ച് മലയാളത്തിനൊരു പഴം ഉണ്ട് എങ്കിൽ അത് വലിയ രീതിയിൽ, ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കൈരളി മാമ്പഴം എന്നുള്ള പേര് കവിതയുടെ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോഴും മലയാള കവിതയുടെ പര്യായം എന്നുള്ള നിലയിലേക്ക് മാമ്പഴം ഉയരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും സങ്കടം തോന്നുന്ന ഒന്ന് ഈ മാമ്പഴം മുറ്റത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു സീനാണ്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരർത്ഥത്തിൽ കൃഷിക്കാരനാണ് മാമ്പഴത്തിൻ്റെ യഥാർത്ഥ പാചകക്കാരൻ. അപ്പോൾ ഇത് അനാഥമായി കിടക്കുന്ന വലിയ ഒരു കാഴ്ച, അത് ഏറ്റവും സങ്കടകരമാണ്. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കേണ്ട പ്രിയപ്പെട്ട ഒരാൾ ഇല്ലാതിരിക്കുക.
അത് പ്രത്യേകിച്ച് വഴക്കിൻ്റെ ഒരു പിന്നെ മുൻകൂർ കാര്യം കൂടി ഉണ്ടെങ്കിൽ ആ സങ്കടത്തിന് ഇരട്ടി ഏറും. ഇതിലും അത് സംഭവിക്കുന്നുണ്ട്. കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ട് പിന്നീട് മരണമുണ്ടാകുമ്പോൾ അമ്മ കൂടുതൽ ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ ഭാവനയിൽ കുട്ടി പറയുന്ന മറുപടി കവി എഴുതുന്നുണ്ട്. ഈ കുട്ടിയോട് തന്നെ വലിയ കൊലക്കുറ്റമൊന്നും ചെയ്യാൻ പറ്റുന്ന വലിയ പ്രശ്നമുള്ള സങ്കീർണമുള്ള സമയമൊന്നുമല്ല. എങ്കിലും കുട്ടി ഒരു കുമ്പസാര രൂപേണ ആ കവിതയിൽ പറയുന്നത്, ഞാൻ എന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഓരോ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അടികൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വരികളിൽ ഒന്ന് ഈ അമ്മ അവനോട് പറയുന്നതാണ്, ഇത് വാങ്ങി കഴിക്കേണ്ട നീയാണല്ലോ ഈ പൂങ്കുല തല്ലുന്നത്, മങ്കരി വീഴുന്നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടവൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. പലപ്പോഴും വൈയക്തിക ജീവിതത്തിൻ്റെ വലിയ ആഘാതങ്ങളിൽ ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള, കുമ്പസാര രൂപേണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഈ അമ്മ 2015 മരിച്ചുപോയത്. പൗലോസ് സാർ പറയുകയായിരുന്നു, അമ്മയുമായുള്ള ആത്മബന്ധം എല്ലാ ജീവികൾക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നത്. കവികൾ അത് കൂടുതൽ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാനും അമ്മയോട് വലിയ ആത്മബന്ധമുള്ള ഒരാളായിരുന്നു. 2015 അമ്മ പോയതിനു ശേഷം ഞാൻ തകർന്ന സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ അമ്മയോട് കുമ്പസാരിക്കുമ്പോൾ, അമ്മയോട് വർത്തമാനം പറയാൻ സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്നോട് ഉള്ളിൽ ചൊല്ലുന്ന കരഞ്ഞുകൊണ്ട് ചൊല്ലുന്ന വരികളിൽ ഒന്ന് ചിലപ്പോഴെങ്കിലും ഇതാണ് എൻ്റെ എങ്ങനെയാണ് എന്നിലേക്ക് വൈലോപ്പിള്ളി വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു. ഒറ്റ കവിതയിലൂടെ മാത്രമല്ല. മറ്റൊന്ന്, അദ്ദേഹം ഈ അവസാന കാലം ഞാൻ പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് മാറിപ്പോയി. അപ്പോൾ ഈ മുറ്റത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന മാമ്പഴങ്ങളെ കുറിച്ചാണ് പിന്നെ വൈലോപ്പിള്ളി അതിൽ ആകുലപ്പെടുന്നത്. പുതിയ കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഈ കൗമാരക്കാരായ കുട്ടികളെ കാണാനില്ല. യൗവനം ഒക്കെ ആരംഭിച്ച കുട്ടികൾ തീർത്തുമില്ല. ക്രിസ്തുമസ് ഒക്കെ ആയാൽ ക്രിസ്തുമസ് നക്ഷത്രം ഇടാനായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ വിളിക്കേണ്ട ഗതികേടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ അമ്മമാർ ഒക്കെ ക്രിസ്തുമസ് കേക്ക് മുറിക്കുമ്പോൾ വലിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തരം അസംഭണിക്കാരെ ഒക്കെ വിളിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അനാഥമാകുന്ന ഒരു കാഴ്ചയുണ്ട്. അത് എൻ്റെ ഒരു ചോദ്യവുമാണ്. അതിൽ നമ്മുടെ കുട്ടികൾ എന്തിനാണ് ഇപ്പോൾ പുറത്തുപോയി വിദേശ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികളിൽ നേടുന്ന എല്ലാവരും തന്നെ വലിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഇതിനേക്കാൾ താരതമ്യേന സൗകര്യം കുറഞ്ഞ, പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് പലപ്പോഴും ഈ മനുഷ്യർ പോകുന്നത്. നമ്മളുടെയൊന്നും ഭൗതിക നിലവാരമില്ലാത്ത പലരുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മദർശിനി വെച്ച് എന്നെ തല്ലാൻ നിങ്ങൾക്ക് പിന്നീട് വരാം. പക്ഷേ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ 1/4 യോഗ്യത പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് കുട്ടികൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ UK പോകുന്ന കുട്ടികൾ അവിടുത്തെ കവികളുടെ വായിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ വലിയ കവികളുടെ വീടുകളിൽ പോയി അവിടുത്തെ സ്മരണകളുടെ മുമ്പിൽ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാറുണ്ട്. നമ്മുടെ കവികളുടെ കാര്യം എന്താണ്? ഈ ടെക്നോളജി മുഴുവൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. കാക്കനാട്ടേക്ക് അധികം ദൂരമില്ല. പക്ഷെ നമ്മുടെ KSRTCയിൽ ഗൂഗിൾ പേ കൊടുക്കാൻ പറ്റില്ല. ഇനിയും നിയമനിർമ്മാണം വേണ്ടി വരും. എത്ര കാലം എടുക്കും നമുക്ക് നേരം വിളിക്കാൻ? എന്നിട്ട് നമ്മൾ നമ്മുടെ ഇത്തരം എല്ലാ ബുദ്ധികളും എല്ലാം പണയം വെച്ച് നമ്മളിങ്ങനെ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മാമ്പഴത്തിൽ പറയുന്നത് പോലെ നമ്മളുടെ മാമ്പഴം ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കും. അതിൻ്റെ ഒരു വലിയ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ വൈലോപ്പിള്ളി അതേ രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. മലയാളവുമായി ബന്ധപ്പെട്ട്, കേരള ദേശവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ വൈലോപ്പിള്ളിയുടെ കവിത വായിച്ച ആരെങ്കിലുമൊക്കെ ആണോ നമ്മളുടെ നയരൂപീകരണങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ ഒരിക്കലും പച്ചപ്പില്ലാത്ത ഒരു ലോകത്തെ അവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥാ രീതിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അവർ നേതൃത്വം കൊടുക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം, ഈ കുട്ടികൾ ഇപ്പോൾ ഇവിടെ മാമ്പഴം ഉണ്ടാകുമ്പോൾ അത് വെറുക്കാനില്ലാത്ത കുട്ടികൾ അവർ മറ്റു സ്ഥലങ്ങളിലാണ്. അവിടെ അത്ര ആശാവഹമായ സ്ഥലങ്ങളിലൊന്നുമല്ല അവർ കഴിയുന്നത്. പലപ്പോഴും പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇവിടുന്ന് പോയ ആളുകൾ, കുട്ടികളൊക്കെ തൊഴിലിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം, കാലാവസ്ഥ, ഭൗതിക നിലവാരം പലപ്പോഴും താഴ്ന്നു തന്നെയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ട് നമ്മുടെ കുട്ടികൾ നാട് വിടുന്നു. ഇതെല്ലാം പൗലോസ് സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ 2ാമത്തെ തവണയെങ്കിലും ഇനിയിപ്പോൾ ഇതൊരു
നമ്മൾ എത്രമാത്രം ഇതിന് ശ്രദ്ധ കൊടുക്കണം. നമ്മളുടെ സംസ്കാരം രൂപപ്പെടുത്തിയ കവികൾക്ക് അവരുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഇടം കൊടുക്കേണ്ടത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മാമ്പഴത്തിന് നിദാനമായ ഒരു സ്ഥലത്തിന് മലയാളക്കരയിൽ വേണ്ടത്ര പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാണ്? ജി ശങ്കര ഗ്രൂപ്പിന് വേണ്ടി ഒരു കവിയുടെ വീട് എന്ത് ചെയ്യണമെന്നുള്ളൊരു ലേഖനം പലപ്പോഴായി ആവർത്തിച്ച് എഴുതുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. മാതൃഭൂമി അത് പിന്നീട് നന്നായി കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് എറണാകുളത്തോടായിരുന്നു. ആ കുടുംബത്തിനും അവരുടെയൊക്കെ ആളുകൾക്ക് എറണാകുളത്ത് വലിയൊരു സ്മാരകം വരുന്നതിലായിരുന്നു താല്പര്യം. നല്ല കാര്യം, അതിപ്പോൾ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ നായത്തോട്ടെ അദ്ദേഹം ജനിച്ച വളർന്ന ശിവക്ഷേത്രത്തിന് ചേർന്നുള്ള ആ വീട്, മലയാള ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളിലുടനീളം വരുന്ന നിഴലുകളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വീട്. ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ അവിടെ കീടനാശിനികളുടെ ഒരു സംരക്ഷണ കേന്ദ്രമായിരുന്നു. അപ്പോൾ നമ്മളുടെ സംസ്കാരത്തിനും നമ്മളുടെ ചരിത്രത്തിനും നമ്മളുടെ കവിതാപ്രവർത്തനങ്ങൾക്കും സാഹിത്യത്തിനും ഒക്കെ വേണ്ടി ചെലവഴിക്കുന്ന ഈ പൈസയൊക്കെ എവിടെയാണ് പോകുന്നത്? എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? ആർക്കും മനസ്സിലാകാത്ത ഓരോ ഫെസ്റ്റിവൽ കഴിയുമ്പോഴും, 2 or 3 അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ കഴിഞ്ഞു, ആരുടെയെങ്കിലും മനസ്സിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ പതിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കൃതിയെ പതിപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറച്ചധികം ചിതറിയ ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ ഗൗരവ സ്വഭാവക്കാരനായിരുന്നു എന്ന് പൗലോസ് മാഷ് പറയുകയുണ്ടായി. അദ്ദേഹത്തെ അറിയുന്ന എനിക്ക് ജീവിതത്തിൽ ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഗുരുനാഥന്മാർക്ക് എനിക്ക് തൊട്ട് മുൻപ് കവിത എഴുതിയ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് കവിത എഴുതുകയും അതേസമയം തന്നെ നിരൂപണത്തിൽ വളരെ ശക്തമായി ഇടപെടുകയും ചെയ്ത ആത്മാരാമൻ പോലുള്ള ആളുകൾക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. അധികം ആരെയൊന്നും അടുപ്പിക്കാത്ത പ്രകൃതമുണ്ടായിരുന്നു. അത് സമയത്തിൻ്റെ ഒക്കെ പ്രശ്നമാണെന്ന് ഞാൻ എഴുതുമ്പോൾ മനസ്സിലാക്കുന്നു. എല്ലാവരുമായും ഇഷ്ടമുണ്ട്, വളരെ നനുത്തൊരു മനസ്സായിരിക്കും ഉള്ളിൽ. പക്ഷേ ഈ റോസാപ്പൂക്കളെ, കവിതയുടെ റോസാപ്പൂക്കളെ സൂക്ഷിക്കണമെങ്കിൽ ഈ കവിതയിൽ പിന്നെ പലപ്പോഴും മുള്ളുകൾ വെക്കേണ്ടി വരും, പലപ്പോഴും മനുഷ്യരെ അകറ്റി നിർത്തേണ്ടി വരും. അതല്ലെങ്കിൽ സമയത്തിൻ്റെ ഒക്കെ വലിയ ചിന്തയുടെയൊക്കെ വലിയ പ്രശ്നമുണ്ട് എന്നാണ് എഴുത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹം പ്രവേശിക കൊടുത്തിട്ടുണ്ട്. അത് കവിതയോടുള്ള വലിയ ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അന്നം പോലുള്ള കവിതകൾക്ക് ബാലേന്ദ്രനെ പ്രാപ്തനാക്കിയത് വൈലോപ്പിള്ളിയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിലെ ഒറ്റയ്ക്ക് ജീവിച്ച ആളുമാണ്. കുടുംബം ഉണ്ടായിട്ടും 2 ആൺകുട്ടികൾ ഉണ്ടായിട്ടും പ്രത്യേക കാലയളവിൽ വാശിയും ഒക്കെ വലിയൊരു മനുഷ്യനെ പോലെ പ്രകടിപ്പിച്ച ആൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ വന്നിട്ടാണ് ഈ കുടുംബവുമായി പിന്നെ അത്ര നല്ലതല്ലാത്ത അവസരത്തിൽ അദ്ദേഹം ഏകാന്ത ജീവിതം നയിക്കാൻ തിരഞ്ഞെടുക്കുന്നത് തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ എന്ന് മാത്രവുമല്ല, ഈ ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ വൈജ്ഞാനിക മേഖലയിലെ വലിയ അധികായനായ അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണൻ ശാസ്ത്രജ്ഞനും ഭാഷാസ്നേഹിയും ഒക്കെ ആയിരുന്ന ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണൻ്റെ സംരക്ഷണയിൽ അദ്ദേഹം കുറച്ചു കാലം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണൻ്റെ പുസ്തകത്തിലും ഉണ്ട്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ആവുന്ന വൈലോപ്പിള്ളിയെക്കുറിച്ച് പലപ്പോഴും ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണൻ വിവരിക്കുന്നത്. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് പലപ്പോഴും ഒരു മുഷ്കനായ മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഗൗരവ പ്രകൃതിയുള്ള ഒരാൾ എന്ന് പലപ്പോഴും പലരും വിശേഷിപ്പിച്ച് കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ കൃതികളിലേക്ക് ഈ പറഞ്ഞ ഒരു കവിയുടെ സമയനിഷ്ഠ ഒക്കെ പിന്നെ മനനമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത അടവുകളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. എനിക്ക് തൊട്ടു മുൻപേ സഞ്ചരിച്ച് ഞാൻ പ്രായം കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല 10 വയസ്സ് ഉള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. എൻ്റെ ഒരു മുതിർന്ന ചേട്ടന്മാർ, ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വേണു വിദേശം, ദേശമംഗലം രാമകൃഷ്ണൻ തുടങ്ങിയ ആ കവിതാ നിര, ആധുനികതയിലെ പ്രത്യേകിച്ചും സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള കവികൾ എനിക്ക് ഒരു മൂത്ത ഒരു വീട്ടിലെ ചേട്ടൻ എന്നുള്ള നിലയിലേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അവരോട് ആ പ്രതിപത്തി ഇപ്പോൾ എൻ്റെ 50-ാം വയസ്സിനോട് അടുക്കുമ്പോൾ എൻ്റെ പ്രതിപത്തി മാറിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി അടുപ്പം അതിനപ്പുറത്തേക്കുള്ള ആളുകളോടായിരുന്നു എന്ന് ഞാൻ ഇന്ന് വ്യക്തമായും തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഉറപ്പായും വൈലോപ്പിള്ളി ശ്രീധരമേനോനുണ്ട്, ഇടശ്ശേരി ഉൾപ്പെടെയുള്ള കവികളുണ്ട്. അപ്പോൾ ഈ കവിതയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു കഥ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സജിചേട്ടന് പറഞ്ഞു, ചന്ദ്രികയിൽ ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ പരിശീലന കാലം ദീപികയിലാണ് സജി മുളന്തിരുത്തി മനോഹരമായി സാഹിത്യവും
ഒക്കെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാൾ നിലയിൽ എന്ന കൂടി ഞാനന്ന് സഹിച്ചേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അധികമൊന്നും കണ്ടിട്ടൊന്നുമില്ല അന്ന്. ഇതുപോലെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളൊന്നും ഇങ്ങനെ സജീവമല്ല. അപ്പോൾ 1-2 ഫോട്ടോസൊക്കെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് നിന്ന് കവിതയും വലിയ ആഴത്തിലുള്ള അന്വേഷണവും ഒക്കെ ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ റേഡിയോയിലാണ് ജോലി ചെയ്യുന്നത്. ഈ മാമ്പഴം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിത എനിക്ക് ഭൂതപ്പാട്ടാണ്. അപ്പോൾ ഭൂതപ്പാട്ടിലെ ഈ ലാംഗ്വേജ് ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ ചെത്തിപ്പൂവൊക്കെ ഇങ്ങനെ ചോന്നിരിക്കുന്നത് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഗദ്യഭാഗം അതിഗംഭീരമായിട്ട് എടശ്ശേരി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദ്യം മാത്രമല്ലാതെ അതിനിടയ്ക്ക് ഗദ്യം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും കുറച്ചുകൂടി പഴഞ്ചനായ ഒരാൾ എങ്ങനെയാണ് ഗദ്യഭാഗം കവിതയുടെ ഇടയിൽ ഉപയോഗിച്ചത്, സംസാര ഭാഷ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പക്ഷേ ആ തീവ്രമായ അന്വേഷണത്തിലേക്ക് ഞാൻ പോയില്ല. പക്ഷെ ഒരു ദിവസം ഒരു ഡോക്ടറേറ്റ് ഇടശ്ശേരിയുടെ കവിതകളിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു ഡോക്ടർ അവിടെ അഭിമുഖത്തിന് വന്നപ്പോൾ അദ്ദേഹമാണ് ഈ കഥ എന്നോട് പങ്കുവയ്ക്കുന്നത്. ഈ ഭൂതപ്പാട്ട് എന്നുള്ള കാവ്യാഖ്യാനം എടശ്ശേരി എഴുതുന്നത് കവിതയായിട്ടല്ല, ഒരു റേഡിയോയുടെ കുട്ടികൾക്കുള്ള നാടകമായിട്ട്, കുട്ടികൾക്കുള്ള ഒരു അവതരണമായിട്ടാണ് ഭൂതപ്പാട്ട് ആദ്യമേ എഴുതുന്നതെന്ന്. അതെനിക്ക് വലിയ കൗതുകം തോന്നി. പിന്നീട് അതിൻ്റെ ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ വലിയ രീതിയിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു നാടക ചിത്രീകരണമാണ് പിന്നീട് മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നായി മാറിയത്. അപ്പോൾ മാമ്പഴത്തിന് ഇതുപോലൊരു കഥ, അങ്ങനെ എല്ലാ കവിതകളുടെ പുറകിലും കവിത മാത്രമല്ല വലിയ കഥകൾ കൂടി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കവികൾ അവരുടേതായിട്ടുള്ള ഭാവനയിൽ മുന്നോട്ട് വയ്ക്കും എന്ന് മാത്രം. ദാർശനികതയെ കൂട്ടുപിടിക്കുന്നുണ്ട് ഈ കവിതയിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന ഒരു സ്ഥലത്ത് വൈലോപ്പിള്ളി നിശ്വാസപ്പെടുന്നുണ്ട്. അങ്ങനെ യുക്തിയും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ദൈവവിശ്വാസവും യുക്തിക്ക് അപ്പുറമായ ചില ജന്മബന്ധങ്ങളും കാറ്റ് അമ്മയായിക്ക് വരുന്നതും പിന്നെ കാറ്റ് കുഞ്ഞായി വരുന്നതും ഒക്കെ പിന്നെ വൈലോപ്പിള്ളി അതിൽ ഭാവിക്കുന്നുണ്ട്. നേച്ചറില്ലാതെ ഒരു കളിയില്ല അദ്ദേഹത്തിന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എൻ്റെ പൂർവ്വസൂരികളിൽ വളരെ പ്രധാനപ്പെട്ട മലയാള കവിത എഴുത്തിൽ അതിലൊരു ചെറു ഇളംതലമുറക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണവന്മാരിൽ പ്രധാനിയായി കാണുന്ന വൈലോപ്പിള്ളി പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ വരാനും കുട്ടികളോട് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനും സംസാരിച്ചതിൽ മുളന്തുരുത്തി വായനശാലയ്ക്കും സ്കൂളിനും അതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് സജീവായിക്കും ഞാൻ നന്ദി പറയുകയാണ്. ജി പോലൂസ് സാറ് ഈ പലപ്പോഴും നമ്മളുടെ കുട്ടികൾ ഇവിടെ സ്ഥലം മോശമാണ് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നാടുവിടുന്ന കുട്ടികൾ, കുറച്ച് കുട്ടികൾ NSSൻ്റെ കുട്ടികൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയുന്നത്. ഞാനും നാടുവിട്ട ഒരാളാണ്. അപ്പോൾ കൂടിയാട്ട് ജർമ്മൻ ഭാഷ പഠിക്കുന്നവരുണ്ടാവും പുറത്തു പോകാൻ. ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ ചെല്ലുമ്പോൾ ജർമ്മനിൽ ഒരു മലയാളം ചെയറുണ്ട്, അക്കാദമിക് ലെവലിൽ വലിയ ഒരു അക്കാദമിക് ചെയറുണ്ട്. അപ്പോൾ അർണോസ് പാതിരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമ്മ കന്യ എന്നുള്ള എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യങ്ങളിൽ ഒന്നായ പുത്തൻപാന എഴുതുന്നത് ഒരു ജർമ്മൻകാരനാണ്, അർണോസ് പാതിരി അദ്ദേഹം. അപ്പോൾ അതിനു മുൻപ് ഗുണ്ടട്ടിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ ബന്ധം, ജർമ്മനിക്കാർ ഇങ്ങോട്ട് വന്നതാണ് ഒരിക്കൽ മലയാളത്തിൽ ആകൃഷ്ടരായി മലയാളം പഠിച്ച ജർമ്മൻകാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എത്ര തീവ്രമായിരിക്കണം, എത്ര ശക്തിയുള്ളതായിരിക്കണം നമ്മുടെ ഭാഷ എന്ന് ആലോചിക്കണം. അർണോസ് പാതിരിയുടെ വാശി അന്ന് നമ്പൂതിരിത്ത് സവർണ മേധാവിത്വമൊക്കെ ധാരാളമുള്ള കാലമാണ്. അപ്പോൾ അർണോസ് പാതിരി പല സ്ഥലങ്ങളിൽ നിന്ന് കാവ്യ സ്ഥലങ്ങളിൽ നിന്ന് തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ആ ഭാഷ പഠിക്കുകയും ആ ഭാഷയിൽ വലിയ ശക്തിയുള്ളൊരു വിലാപകാവ്യം, ജീവനുള്ള വിലാപകാവ്യം അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്നും ക്രിസ്ത്യാനികളുടെ മരണ വീട്ടിൽ നിങ്ങൾ പിന്നെ കേൾക്കുന്ന അത്ര ആഴത്തിലുള്ള ദുഃഖം പേറുന്ന ആ അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം അർണോസ് പാതിരി എഴുതിയതാണ്. അപ്പോൾ തീർച്ചയായും ആ ജർമ്മനിൽ മലയാളത്തിന് ഒരു ചെയറുണ്ട് അക്കാദമിക് ലെവലിൽ. അത് മാത്രമല്ല KG പോലൂസ് സാർ കൂടിയാട്ടം എന്നുള്ള കലയെക്കുറിച്ച് നിങ്ങൾ ഇനി കേൾക്കും മ്യൂസിയത്തിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ജീവിച്ചിരുന്ന ഇതിഹാസമായ മാധവ് ചാക്യാരൊക്കെ കാണാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു പിന്നെ റെഫറൻസ് വേണ്ടി വരുമ്പോൾ KG പോലൂസ് അക്കാര്യത്തിലെ അവസാന വാക്കുകളിൽ ഒന്നാണ്.
അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഈ വേദിയും ഞാൻ അതേ അർത്ഥത്തിൽ അദ്ദേഹം പരോക്ഷമായി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന കാലത്ത് വിഭാവനം ചെയ്ത ഫെസ്റ്റിവൽ എന്ന ഓറിയൻറ്റേഷൻ കോഴ്സിൽ 1 വർഷത്തോളം പോയി പഠിക്കാനുള്ള ഭാഗ്യവും അന്നത്തെ വിമുഖത കൊണ്ടൊക്കെ ഞാൻ മാഷിനെ പലപ്പോഴായി പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തിരക്കൊണ്ട് സാർ ഓർക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാമ്പഴവുമായി വൈലോപ്പിള്ളിയുമായി പുതിയ തലമുറയിലെ കവികൾക്ക് ബന്ധം. ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ചെറിയ ബന്ധത്തിൻ്റെ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം. കവി എന്നുള്ള നിലയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വൈലോപ്പിള്ളിയുടെ കവിത അവതരിപ്പിക്കുക എന്ന സാഹസത്തിന് എന്നിലെ അത് അവതരിപ്പിക്കാൻ അത് ഞാൻ മുതിരുന്നില്ല. എൻ്റെ ഒരു 2-3 ചെറിയ കവിതകൾ വായിച്ചുകൊണ്ട് ഈ കവിതാ സായാഹ്നത്തിൽ പങ്കാളികളാണ്. എന്തായാലും വൈലോപ്പിള്ളിയുടെ പേരിലുള്ള വലിയൊരു കാവ്യോത്സവത്തിന് അരങ്ങ് ഉണരുന്നു എന്നുള്ളൊരു ധ്വനി സരിച്ചേട്ടൻ്റെ വാക്കുകളിലുണ്ടായി. അപ്പോൾ അത് ഉണ്ടാകട്ടെ. ചെറിയ 2-3 കവിതകൾ. ഇന്ന് മിഖായേൽ എന്ന കവിതയാണ്. പ്രേമിക്കുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മകന് മിഖായേൽ എന്ന് പേരിട്ടു. മിഖായേൽ ഇപ്പോൾ എവിടെയാകും? എന്തെടുക്കുകയാവും? പ്രേമിക്കുന്ന അപ്പനെയും അമ്മയെയും അയാൾ ഓർക്കുന്നുണ്ടാകുമോ? എൻ്റെ മിഖായേൽ, നീ വരുന്നതും കാത്ത 2 വൃദ്ധർ അകലങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. ഈ കവിത കിട്ടിയാൽ ഉടൻ നീ വരണം എന്നാണ് മിഖായേൽ. കടലിനെ കുറിച്ച് 2 ചെറിയ കവിത. 2 തോണികൾ തമ്മിൽ ഇഷ്ടത്തിലായി. കടലിന് അതിൽ ഇഷ്ടക്കേട് തോന്നി. കടൽ ഒന്നിനെ മുക്കി. താഴോട്ട് പോകുമ്പോൾ ഒന്ന് മറ്റേതിനോട് പറഞ്ഞു, പേടിക്കരുത്, ഞാൻ കടലിൽ തന്നെയുണ്ട്. മറ്റൊരു കടൽ കവിത. തിരിച്ചു പോരാൻ നേരം കടൽ ചോദിച്ചു, എന്നെ കൂടി കൊണ്ടുപോകുമോ? കൊടും വേനലാണ്, മരുഭൂമിയാണ്, പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞൊഴിഞ്ഞു. ഒറ്റയ്ക്ക് വീട്ടിലെത്തി കതക് തുറക്കുമ്പോൾ വേനൽ മഴയിൽ നിന്ന് ഒരു തുള്ളി നെറുകയിൽ വീണു. കടൽ പറഞ്ഞു, ഞാനാണ് ആദ്യം എത്തിയത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.